Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എവറിഡേ സമ്മർ മേക്കപ്പ് ലുക്കാണ്. കുറച്ച് പ്രൊഡക്റ്റുകളേ ഉള്ളൂ. ചൂടായതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് നമുക്ക് നോക്കാം. എൻ്റെ സ്കിൻ കെയർ എല്ലാം കംപ്ലീറ്റായി. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് മേബിലാൻ്റെ ഫിറ്റ്മി റേഞ്ചിൽ വരുന്ന ഒരു സ്കിൻ ടിൻറ്റാണ്. ഇത് കുറച്ച് റീസെൻറ്റ് ലോഞ്ചാണ്. ഞാൻ ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ വാങ്ങി. അപ്പോഴാണ് എനിക്ക് കണ്ണ് ഇൻഫെക്ഷൻ വന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ റിവ്യൂ പറയാൻ പറ്റിയിട്ടില്ല. നല്ലൊരു സ്കിൻ ടിൻറ്റാണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ടെക്സ്ചറുമാണ്. ഭയങ്കര അഫോർഡബിളുമാണ്. 300 റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് ലൈറ്റ് ഷെയ്ഡായിട്ട് തോന്നുവാണെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് എൻ്റെ കറക്റ്റ് സ്കിൻ ടോണായിട്ട് വരുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് 09 ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഷെയ്ഡ് സ്കിൻ ടോൺ ആണെങ്കിൽ, അതായത് NC42 ആണ് എങ്കിൽ 09 പെർഫെക്റ്റ് ആയിരിക്കും ഈ ഒരു സ്കിൻ ടിൻ റേഞ്ചിൽ. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് മാർക്സ് ഒന്നും കവറാവില്ല, പക്ഷേ ആ ഒരു ചെറിയൊരു എഫക്റ്റ് നമ്മൾ ഒരു ലൈറ്റ് വെയ്റ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത ഒരു എഫക്റ്റ് വരുന്നതാണ്. എന്തായാലും ഇത് സ്വെറ്റ് പ്രൂഫ് അല്ലാത്തതുകൊണ്ട് സമ്മർ മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ടും നമുക്ക് എന്തായാലും ഒരു കോമ്പാക്റ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മേബിലാൻ്റെ ഫിറ്റ്മി റേഞ്ചിൽ വരുന്ന വളരെ അഫോർഡബിൾ ആയിട്ടുള്ള 200 രൂപയ്ക്ക് 250 രൂപയ്ക്ക് താഴെ വരുന്ന ഈ ഒരു കോമ്പാക്റ്റ് വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഫുൾ ഫേസും ഞാൻ കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൺസ്ട്രക്ഷൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നതാണ്, ഡിസ്റ്റർബൻസ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ കോമ്പാക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഐബ്രോസ് എന്തായാലും ഡിഫൈൻ ചെയ്തെടുക്കണം, എന്നാലേ ലുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ പെൻസിലാണ്. ഇപ്പോൾ ഒരു സൈഡ് സ്പൂളിയും ഒരു സൈഡ് പെൻസിലുമാണ്. അപ്പോൾ പെൻസിൽ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഗ്യാപ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല പിഗ്മെൻറ്റേഷനുള്ള, നല്ല ഹൈ എൻഡ് ആണെങ്കിലും നല്ല സൂപ്പർവായിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഗ്യാപ്സൊക്കെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്പൂളി കൊണ്ട് കോംപ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് ഞാൻ പറഞ്ഞ പോലെ ഇത് ഹൈ എൻഡ് പ്രൊഡക്റ്റാണ്. ഇപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞാൻ പല മേക്കപ്പ് വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ, ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. ഇത് നിർബന്ധമില്ല ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു സ്റ്റെപ്പ്, പക്ഷേ ഞാൻ ആ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുകയാണ്. ബ്ലഷാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. എൽഫിൻ്റെ പൊമഗ്രാനൈറ്റ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതിൽ ഹൈലൈറ്ററും ഉണ്ട്, ബ്ലഷും ഉണ്ട്. അപ്പോൾ ആ ബ്ലഷ് തന്നെ ഞാൻ വീണ്ടും എടുത്തിട്ട് കൺപോളയിലും അപ്ലൈ ചെയ്യുകയാണ്. നമുക്ക് ചൂടുകാലത്ത് ഹൈലൈറ്റർ നിർബന്ധമില്ല, പക്ഷേ ഞാൻ വീട്ടിലായതുകൊണ്ടും എൻ്റെ സ്റ്റുഡിയോയിലായതുകൊണ്ടും പുറത്തെവിടെയും പോകാനില്ലാത്തതുകൊണ്ടും ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുകയാണ്. കവളിൻ്റെ ഹയസ്റ്റ് പോയിൻറ്റ്സിൽ, മൂക്കിൻ്റെ പാലത്തിൽ, ക്യൂപിഡ് ബോസിൽ, ഐബ്രോസിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ലുക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരു ലിപ്സ്റ്റിക്കും മസ്കാരയും മസ്റ്റാണ്. അപ്പോൾ ഞാൻ എസൻസിൻ്റെ ഫോൾ/ലാഷ് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതും ഭയങ്കര അഫോർഡബിളാണ് കേട്ടോ. 500 രൂപയ്ക്ക് താഴെയുള്ളൂ. അതും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എൽഫിൻ്റെ ആ ഒരു ബ്ലഷ് ഹൈലൈറ്റർ കോംബോയും ഭയങ്കര അഫോർഡബിളാണ്. നല്ലൊരു മസ്കാരയാണ്. ആൻഡ് ഫൈനൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നൈക്കയുടെ ഓൾ ഡേ മാറ്റ് ലിപ്സ്റ്റിക്കാണ്. സൂപ്പർ മോം എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതൊരു ബേൺഡ് ഓറഞ്ചും ബ്രൗണും ഒക്കെ കലർന്ന ഒരു ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ വളരെ കുറച്ച് പ്രോഡക്റ്റുകളെ യൂസ് ചെയ്തിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ബൈ ബൈ.